ഹായ്, ഓടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. രാജ്മ കൊണ്ടുള്ള തോരനാണിന്ന്. രാജ്മയിൽ വൈറ്റമിൻസ് ധാരാളം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ് ഈ തോരൻ. ഇത് 8 മണിക്കൂർ കുതിർത്തിയതാണ്. വലിയ പയറാണിത്. സ്പൈസി ആയിട്ടുള്ള കറികൾ ധാരാളം ഉണ്ടാക്കും. ഇതുകൊണ്ട് ഇന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള തോരൻ ഉണ്ടാക്കാം. ഒരു ബൗൾ നിറയെ രാജ്മ കുതിർത്തിയതാണ്. 250 ഗ്രാം ഉണ്ടാവും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം. ഇത്തിരി മുകളിൽ നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചിട്ട് പയറിലേക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കണം. 5 വിസിൽ വരണ വരെ വേവിച്ച് സ്റ്റീം മുഴുവൻ പോയിട്ട് മാത്രം കുക്കർ തുറക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് രാജ്മ വേവണ നേരം കൊണ്ട് ഇതൊക്കെ ചെയ്യാം. മീഡിയം സൈസിലുള്ള 2 സബോള നുറുക്കിയത്, 1 മുറി നാളികേരം ചതച്ചത്, 10 വെളുത്തുള്ളി അല്ലി നുറുക്കി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ ജീരകം ചൂടായിട്ടൊന്ന് പൊട്ടി വരും. വെളുത്തുള്ളി നുറുക്കിയത് ചേർക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി സബോള ചേർക്കാം. വെന്ത് വഴന്ന് വരണം സബോള. കടുകിന് പകരം ജീരകമാണ് ചേർത്തേക്കണേ. നാളികേരം പച്ചമുളക് ചേർത്ത് അരക്കിയല്ല, ചതമുളകാണ് ചേർക്കണേ. സാധാരണ തോരനുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. സബോളയുടെ കളർ മാറിയിട്ടുണ്ട്, വഴന്നു. ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ചതമുളക്, കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഇതൊന്ന് ചൂടാവട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ മതി. നാളികേരം, കറിവേപ്പില 3 തണ്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം യോജിപ്പിക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ്. നാളികേരം സാധാരണ തോരൻ്റെ പോലെ കഷ്ണത്തിലേക്ക് പിന്നെ ചേർക്കല്ല ചെയ്യണേ. ഇങ്ങനെ നല്ലോണം ചൂടാക്കിയ ശേഷം രാജ്മ വേവിച്ചത് ചേർക്കും. നാളികേരം ഒന്ന് റോസ്റ്റായി വേവിച്ച രാജ്മ ചേർക്കാം. നല്ലോണം മിക്സാക്കാം. രാജ്മയിൽ പൊതഞ്ഞിരിക്കും സബോളയും നാളികേരമൊക്കെ. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ പിടിച്ചോളും പയറിലേക്ക്. എരിവ് കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ടാക്കിയാൽ കുട്ടികൾക്ക് വൈകുന്നേരം കഴിക്കാനും നല്ലതാണ്. നമ്മളിപ്പോൾ ചോറിന് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് മുളക് ചേർത്തേക്കണേ. ഇനി ഓഫ് ചെയ്യാം. ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ഇഷ്ടമായ അടുത്ത കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.